guys, welcome back to DC Creations. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജേർണൽ സപ്ലീസ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പാറ്റേൺ പേപ്പർ. സോ നമുക്ക് പാറ്റേൺ പേപ്പർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു പേപ്പർ എടുക്കുന്നതിന് അതിൻ്റെ സെൻറ്ററിലായിട്ട് ലൈറ്റ് ബ്രൗൺ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് അതിൻ്റെ സ്റ്റേറ്റിലായിട്ട് ഡാർക്ക് ബ്രൗണും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുക. സോ നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ പേപ്പർ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ബ്രൗൺ പെയിൻറ്റ് ചെയ്യുക, അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ചുരുട്ടി കൂട്ടുക. ദെൻ സെക്കൻഡ് പാറ്റേൺ പേപ്പറും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ നമുക്ക് ഒരു ബോട്ടിലിലെ ക്യാപ്പ് എടുക്കുക, അത് നമുക്ക് ഡാർക്ക് ബ്രൗൺ പെയിൻറ്റിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് എടുക്കാം. ഞാൻ 2 ഷേപ്സ് എടുത്തിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ തേർഡ് വൺ. നെക്സ്റ്റ് വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ടോയ്സ് ഇല്ലേ, അതിൻ്റെ ഇതാണ് കേട്ടോ. സോ ഇതാണ് ഞാൻ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡില്ലേ, ആ ഷെയ്ഡ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫിംഗർ കൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ടെക്സ്ചർ പോലെ കിട്ടും. ദെൻ നമുക്കിതിലേക്ക് എന്തെങ്കിലും പാറ്റേൺ വരച്ചെടുക്കാം. സോ ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നത് ലീവ്സിൻ്റെ പാറ്റേൺ ആണ്. സോ എനിക്ക് തോന്നുന്നു ഇതാണ് ഇച്ചിരി കൂടി സിമ്പിളാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ അങ്ങനെ എന്തെങ്കിലും വരച്ചെടുക്കാം. നെക്സ്റ്റ് പേപ്പറിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റ് കളർ ബ്രൗൺ, നമ്മൾ ഈ ബുക്ക് ചെയ്തില്ലേ, അപ്പോൾ നമ്മൾ ടീ ഡൈൻ ചെയ്തപ്പോൾ ആ കളറില്ലേ, ആ ഒരു കളറൊന്ന് കൊടുക്കുക. ദെൻ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും എഴുതി കൊടുക്കുക. സോ നിങ്ങൾക്ക് നല്ല തോട്ട്സ് വേണമെങ്കിൽ നമ്മൾ ChatGPTയിലോ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് നല്ല തോട്ട്സ് കിട്ടും. സോ അതാണ് നെക്സ്റ്റ് വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുക്കുന്നതിന് അതിലേക്ക് ഇതുപോലെ പെയിൻ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഗ്രിഡ് ലൈൻസ് ആണ്. ഞാൻ നോർമൽ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്ലൂ ചെയ്തത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ബ്രൗണിലാണ്. ബ്രൗണിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇല്ലേ, അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മളിതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. ദെൻ നമുക്കിതുപോലെ തിന്നായിട്ടുള്ള ബ്രൗണോ, ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. സോ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സംഭവങ്ങൾ. സോ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വാഷി ടേപ്സ് ആണ്. നമുക്ക് വാഷി ടേപ്സ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഗ്രിഡ് ലൈൻസ് തന്നെയാണ്. സോ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്രൗൺ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. വാഷി ടേപ്സിന് നമ്മൾ യൂസ് ചെയ്യണ റൗണ്ടില്ലേ, ആ റൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതുപോലെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ബോക്സ് ഇട്ടൂലേ, ആ ഒരു ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കാം. അല്ലാതെ നമുക്ക് ബ്രോഷറൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു ഇതില്ലേ, തിക്കില്ലേ, ആ ഒരു തിക്ക് വേണം കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ. ദെൻ നമുക്കിതുപോലത്തെ നെക്സ്റ്റ് ഗ്രിഡ് ലൈൻസ് വരയ്ക്കണം. നെക്സ്റ്റ് ഗ്രിഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ നോർമൽ നേരത്തെ വരച്ച പോലെ തന്നെയാണ്, ഇത് വേറെ രീതിയിലാണ് ഞാൻ വരച്ചത്. പിന്നെ നെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് അല്ല ഡാർക്കുള്ള ഒരു രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് പോലെ ചെയ്തിട്ട് ഇതുപോലെ ക്ലൗഡ്സും ട്യൂട്ടി സ്പോട്ട് ഇട്ടെടുക്കുക. അതാണ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്ലെയിൻ ബ്രൗൺ ആണ് ഞാൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് പിന്നെ പ്ലെയിൻ ഗ്രീനും കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വെക്കാം. സോ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സലാം, ബൈ.